നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റും ഓഫീസ് സമുച്ചയവും നിർമ്മിക്കുന്നു. നിർമ്മാണോദ്ഘാടനം KN ബാലഗോപാൽ നിർവഹിച്ചു. എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് മന്ത്രി. വള്ളികുന്നം ഇലപ്പിക്കുളത്തെ മോഷണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4.25 പവന്റെ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റിന്റെയും ഓഫീസ് സമുച്ചയത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായ എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റ്, ഓഫീസ് സമുച്ചയം എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും വികസന കാര്യങ്ങൾക്ക് ഒരേപോലെ ഒരു നിലപാടാണ് MLA എന്ന നിലയിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല. മാർക്കറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ മാർക്കറ്റ് പദ്ധതികൾ സ്ഥലമുണ്ടെന്നേരത്തെ വന്നിരുന്നു. കൊട്ടാരക്കരയിലെ ടൗണിലെ മാർക്കറ്റിന്റെ പണി അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റ് പുത്തൂരിലെ ഫിഷ് മാർക്കറ്റ് പൂർത്തീകരിച്ചു. അത് നെടുവത്തൂരിനും കൊളക്കരയ്ക്കും എല്ലാം പറ്റുന്ന തരത്തിലെ സൗകര്യമുള്ളതാണ്. പുത്തൂർ 2-3 പഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ വാസുദേവൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. സുഹർബാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TR ബിജു, S. സുനിൽകുമാർ, ബീന മാമച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ SH കനകദാസ്, മിനി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസ് രക്തസാക്ഷി ദിനാചരണം പത്തനാപുരത്ത് സംഘടിപ്പിച്ചു. യൂണിവേഴ്സിറ്റി സമരത്തിൽ ജയിൽ മോചിതനായ ഗോപി കൃഷ്ണന് സമ്മേളനത്തിൽ സ്വീകരണവും നൽകി. SFI നേതാവായിരുന്ന ജോബി ആൻഡ്രൂസിന്റെ രക്തസാക്ഷി ദിനാചരണമാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജോബി ആൻഡ്രൂസിന്റെ ഓർമ്മകൾക്ക് 33 വർഷങ്ങൾ തികയുകയാണ്. 1992 SFIയുടെ ഒരു ജാഥയെ വരവേൽക്കാൻ SFIക്കാരാകെയും ജാഥാ സ്വീകരണ കേന്ദ്രമായ സ്കൂൾ കേന്ദ്രീകരിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിലാണ് MSFന്റെയും മുസ്ലിം ലീഗിൻ്റെയും ഗുണ്ടകൾ ചേർന്ന് കല്ലെറിഞ്ഞ് സഖാവ് ജോബി ആൻഡ്രൂസിനെ കൊലപ്പെടുത്തുന്നു. കേരളത്തിൽ രാഷ്ട്രീയം പറയുന്നവരോട്, രാഷ്ട്രീയം സംസാരിക്കുന്നവരോട്, രാഷ്ട്രീയ സംവാദനങ്ങൾക്ക് തലമുരുക്കുന്നവരോട്, അങ്ങനെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം പറയാൻ സന്നദ്ധരായി വരുന്ന വിദ്യാർത്ഥികളോട് കല്ലേറിലൂടെ പ്രതികാരം തീർക്കുന്ന സ്വഭാവം 92 ആരംഭിച്ചതാണ് കേരളത്തിൽ MSFും KSU. ആ കല്ലേർ അവർ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. 92 ആ കല്ലേറിൽ ജോബി ആൻഡ്രൂസ് ആണ് കൊല ചെയ്യപ്പെട്ടതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള കാലയളവ് നാം പരിശോധിച്ചാൽ രാഷ്ട്രീയം സംസാരിക്കാൻ ഓരോ ക്യാമ്പസിലും എത്തിയ SFIക്കാരനെ, വിവിധങ്ങളായ ആയുധങ്ങളാൽ നേരിട്ട KSUക്കാരനെ, MSFകാരനെ നമുക്ക് ഈ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കാണാം. ഏരിയ പ്രസിഡന്റ് എബിൻ രാജ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. ഗോപികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കാർത്തിക് കടയ്ക്കൽ, പ്രസിഡന്റ് ആദർശ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുമി, നജീബ്, അലൻ ഷാഹുദ്ദീൻ, രാജേഷ്, ആനി തുടങ്ങിയവർ പങ്കെടുത്തു. സർവകലാശാല സമരത്തിൽ ജയിൽ മോചിതനായ ഗോപികൃഷ്ണനെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. രാജഗോപാൽ, ഏരിയ സെക്രട്ടറി H. നജീബ് മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ N. ജഗദീശൻ, B. അജയ്കുമാർ എന്നിവർ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
വള്ളികുന്നം ഇലിപ്പക്കുളത്തെ മോഷണം അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇലിപ്പക്കുളം ഹരിനിവാസിൽ രാജമോഹനനും കുടുംബവും താമസിക്കുന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 4.25 പവന്റെ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഇലിപ്പക്കുളം ഹരിനിവാസിൽ രാജമോഹനനും കുടുംബവും താമസിക്കുന്ന ഹരിനിവാസിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 4.25 പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്നും നഷ്ടമായത്. ഒരു നെക്ലസും വളയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. രാജ്മോഹന്റെ ഭാര്യ ശ്രീലതയുടെ ചികിത്സയ്ക്കായി ഇരുവരും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു. സമീപവാസി രാവിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിനായി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. എല്ലാവരുടെ ഒരു മാലയും ഒരു വളയുണ്ട്, അത് 5 പവനോളം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഒരു 800 രൂപ ക്യാഷായിട്ടുണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ മോളത്തെ ആളിൽ നിന്ന് അലമാരയെല്ലാം വലിച്ചു തുറന്ന് തുണിയും എല്ലാം തറയും. അത് കഴിഞ്ഞിട്ട് മോളത്തെ നിലയിൽ പോയി 2 റൂം തുറന്നു കിടന്നായിരുന്നു. അതിനകത്തുള്ള ഷെൽഫെല്ലാം തുറന്ന് തുണികളെല്ലാം വലിച്ചു താഴെയിട്ടു. പിന്നെ എൻ്റെ മകൻ്റെ റൂം അത് കൂട്ടിയിരുന്നു, അത് പൊളിച്ചിട്ടകത്ത് കയറി അതിനകത്ത് എല്ലാം വലിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി വള്ളികുന്നം പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നോക്കിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്തവണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. സ്കൂളുകൾ, സർക്കാർ കാര്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്കായി തടസ്സരഹിത സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളും ഇതര സർക്കാർ വകുപ്പുകളും ഭിന്നശേഷി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ബജറ്റിൽ നീക്കിവെച്ച പണം പൂർണ്ണമായി ചെലവഴിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്കായുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ നാട്ടിലിപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നതിന് നമ്മുടെ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട്. പ്രത്യേക പദ്ധതി വെച്ചിട്ട് തന്നെയാണ് അതിന് പണം മാറ്റി വെച്ചിട്ടാണ് ജില്ലാ പഞ്ചായത്ത് ഈ കാര്യം ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സമയത്ത് ഇത് വെക്കണം. 100 കണക്കിന് നടപടിക്രമമുണ്ട് സർക്കാരിൻ്റെ കാര്യം ചെലവാക്കുന്നത്. അത് നടപടിക്രമം പൂർത്തീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഒരു കാര്യത്തിന് പണം വെച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി കിട്ടണമെങ്കിൽ അതിൻ്റെ കടമ്പകൾ ഏറെയാണ്. ചുവപ്പ് നാട എന്നൊക്കെ പറയുന്ന സമ്പ്രദായം മാത്രമല്ല, നടപടിക്രമങ്ങളുടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 3 വീലറുകൾ കിട്ടാൻ പോലും അല്പം താമസമെടുക്കും. ഇത് ഫിറ്റ് ചെയ്ത് വണ്ടി വരാൻ തന്നെ റെഡിമെയ്ഡായിട്ട് അങ്ങ് ഇരിക്കുമല്ലോ. അത് നേരത്തെ ഓർഡർ ചെയ്ത് വണ്ടിയുടെ ഡിമാൻഡ് വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആ വണ്ടി കിട്ടാൻ തന്നെ താമസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നല്ല വണ്ടി വേണം. ഈ ഉപയോഗിക്കുന്ന വണ്ടി, ഈ മേടിക്കുന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദശലക്ഷക്കണക്കിന് വണ്ടികൾ ഇറങ്ങിയ ഒരു കമ്പനിയുടെ ആകുമ്പോൾ അതിനൊരു ലൈഫുണ്ട്. അതിനൊരു പുതിയ പല വണ്ടികളും ഇറങ്ങാം. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയുണ്ട്. ഇതല്ലല്ലോ നമ്മുടെ പെട്രോൾ വണ്ടി തന്നെയാണ്. പുതുതായിട്ടുള്ള ബാറ്ററി വണ്ടികൾ പലതും പുതുതുണ്ട്. അതിൻ്റെ ലൈഫിനെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പം നല്ല വണ്ടി വേണം. ഇതെല്ലാം നോക്കി ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്രയും പേര് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് 2 പേരെ വെച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും എല്ലാ പരിഗണനയിലും അർഹരായവരെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ പ്രക്രിയയുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് നൽകുന്നത്. ഇത് ലഭിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതി മറികടന്നുകൊണ്ട് എല്ലായിടത്തേക്കും വേഗത്തിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ എത്തിച്ചേരാൻ പറ്റുന്നൊരു സൗകര്യമാണ്. അത് ചെറിയൊരു കാര്യമല്ല. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് 60 ലക്ഷം രൂപയ്ക്കാണ് പദ്ധതി നടപ്പാക്കുന്നത്. 40% കൂടുതൽ ചലന വൈകല്യമുള്ള BPL വിഭാഗത്തിലുള്ളവരാണ് ഗുണഭോക്താക്കൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിലസ് കല്ലേലി ഭാഗം, J നജീബത്ത, അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ഗേളീഷൻ മോഹൻ, അംബികാകുമാരി, ഷൈൻകുമാർ, ജയശ്രീ വാസുദേവൻ പിള്ള, പ്രിജി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം പുനലൂർ ചെങ്കോട്ട പാതയിലൂടെ പഴനി വഴി കോട്ടയം ഈറോഡ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യം. മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ പഴനി വഴി കൊല്ലം കോയമ്പത്തൂർ പ്രതിദിന സർവീസ് ഉണ്ടായിരുന്നു. ഗേജ് മാറ്റത്തിന് ശേഷം സർവീസ് പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടപ്പായില്ല. കൊല്ലം പുനലൂർ ചെങ്കോട്ട പാതയിലൂടെ പളനി വഴി കോട്ടയം ഈറോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ലിങ്ക്
ഹോഫ്മാൻ ബുഷറേക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രെയിനിൽ ഉപയോഗിച്ചിരുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി കോച്ചുകൾ ഉപയോഗിച്ച് പുതിയ സർവീസ് നടത്താമെന്ന നിർദ്ദേശമാണ് ഉയരുന്നത്. കൊല്ലം ചെങ്കോട്ട പാത മീറ്റർ ഗേജ് ആയിരിക്കെ പളനി വഴി കൊല്ലം കോയമ്പത്തൂർ പ്രതിദിന സർവീസ് നടത്തിയിരുന്നു. ഗേജ് മാറ്റത്തിനു ശേഷം പാതയിലെ സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്ന് റെയിൽവേ ഉറപ്പു നൽകിയിരുന്നെങ്കിലും പളനി വഴിയുള്ള സർവീസ് പുനരാരംഭിച്ചില്ല. നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം ഈറോഡ് സർവീസ് തുടങ്ങിയാൽ തെക്കൻ കേരളത്തിലെ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകൾക്കും തമിഴ്നാട്ടിലെ തെങ്കാശി ഉൾപ്പെടെയുള്ള ജില്ലകൾക്കും പ്രയോജനപ്പെടും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി ജോർജ് കുര്യൻ, കൊല്ലം, മാവേലിക്കര, കോട്ടയം എംപിമാർ, റെയിൽവേ ദക്ഷിണ മേഖലാ മാനേജർ എന്നിവർക്ക് നേരത്തെ തന്നെ നിവേദനവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. AIYFന്റെ നേതൃത്വത്തിൽ FCI ഗോഡൌണിലേക്ക് മാർച്ച് നടത്തി. ഓണത്തിന് അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൊല്ലം FCI ഗോഡൌണിലേക്ക് മാർച്ച് നടത്തിയത്. ഓണത്തിന് അരിവിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് AIYF കൊല്ലത്തെ FCI ഗോഡൌണിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. MN സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് FC ഗോഡൌണിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ യോഗം CPI അസിസ്റ്റന്റ് സെക്രട്ടറി സാം കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ GR അനിൽ നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിന് നേരെ ഒരു കടലാസിന്റെ വില പോലും അവിടെ കൊടുത്ത നിവേദനത്തിന് നൽകാതെ 57% വരുന്ന ഇവിടെ മുൻഗണന ഇതര കാർഡ് ഉടമകളെ അവർക്ക് 5 കിലോ അരി നൽകണമെന്നുള്ള ന്യായമായ ആവശ്യം നിറവേറ്റാതെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരായിട്ടുള്ള പോരാട്ടമാണ് AIYF നടത്തുന്നത്. നിതീഷ്, ശ്രീജിത്ത്, വിനീത വിൻസെന്റ്, ശ്രീലക്ഷ്മി, അദിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ BSc നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി. ക്ലാസ് നടത്താൻ ആവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാകാത്തതാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാക്കുന്നത്. നിലവിലെ വിദ്യാഭ്യാസ വർഷത്തിൽ ക്ലാസ് ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതേവരെ പ്രാഥമിക പ്രവർത്തനം പോലും നടത്താനായിട്ടില്ല. സംസ്ഥാനത്തെ മാതൃകാ താലൂക്ക് ആശുപത്രിയായ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞ വർഷമാണ് തീരുമാനിച്ചത്. ആവശ്യമുന്നയിച്ച് PS സുബാലൻ MLA ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. നഴ്സിംഗിനൊപ്പം പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങാനും പദ്ധതിയിട്ടു. ആരോഗ്യവകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് ഇതിന് നടപടി ആരംഭിച്ചത്. ക്ലാസുകൾ നടത്തുന്നതിന് ആശുപത്രിയിലോ അധികം അകലെയല്ലാതെയോ 10,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള കെട്ടിടം വേണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി MLAയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാർച്ചിൽ സീമെന്റ് നഴ്സിംഗ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ആശ S കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. ക്ലാസ് മുറികളും ലാബ് സൗകര്യവും ഒരുക്കാൻ ആശുപത്രിയിലും തൊട്ടുചേർന്നുമായി മതിയായ സ്ഥല സൗകര്യമുണ്ടെന്നാണ് സംഘം കണ്ടെത്തിയത്. ഒപ്പം 2025 അധ്യയന വർഷം കോഴ്സ് ആരംഭിക്കാനും തീരുമാനിച്ചു. എന്നാൽ വിശദ പരിശോധനയിൽ ക്ലാസ് മുറികൾ സജ്ജമാക്കാൻ കൂടുതൽ സ്ഥല സൗകര്യം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഇതേ തുടർന്ന് പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും കെട്ടിടം ലഭ്യമാക്കാൻ MLAയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പുനലൂർ മണ്ഡലത്തിൽ തന്നെ ഏതാനും വർഷമായി പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കെട്ടിടം ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതും ഫലം ചെയ്തില്ല. നിലവിൽ പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. ആവശ്യമായ സ്ഥല സൗകര്യം ലഭ്യമാകാതെ പൊതുമേഖലയിൽ നഴ്സിംഗ് കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ല. താലൂക്ക് ആശുപത്രിയിൽ 10 നിലയുള്ള കെട്ടിടം ഉൾപ്പെടെ ഉണ്ടെങ്കിലും തിയറി ക്ലാസുകൾ നടത്താൻ സ്ഥലം ലഭ്യമല്ല. പകരം നഴ്സിംഗ് കോഴ്സിനുള്ള പ്രായോഗിക പരിശീലനം നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇത് യാഥാർത്ഥ്യമായാൽ ആശുപത്രിയിൽ നഴ്സുമാരുടെ കുറവിന് വലിയൊരളവ് വരെ പരിഹാരവുമാകും. ഇതേസമയം സ്ഥലം ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ബദൽ സൗകര്യമൊരുക്കുന്നതിന് ഊർജിതമായ ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും MLAയുടെ ഓഫീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാസവള വില വർധനവിലും ലഭ്യതക്കുറവിലും പ്രതിഷേധിച്ച് BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കർഷക സംഘം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാസവള വില വർധനവിലും ലഭ്യതക്കുറവിലും പ്രതിഷേധിച്ച് BSNL ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി C ബാൾഡുവിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് കാർഷിക വൃത്തിയിൽ നിന്ന് കൃഷിക്കാർ അകർന്നു പോകാൻ നിർബന്ധിക്കപ്പെടും.
നാട് ഭക്ഷ്യക്ഷാമത്തിലേക്ക് എത്തപ്പെടും എന്നതാണ് യാതൊരു സംശയവും. ഈ ഘട്ടത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനോ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാകുന്നതിനാവശ്യമായ നടപടികളോ സ്വീകരിക്കുന്നില്ല. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. പ്രഖ്യാപിച്ചാൽ തന്നെ സംഭരിക്കാനും ഗവൺമെൻറ് ഇടപെടുന്നില്ല. പകരം വില കമ്പോളം തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇത് കുത്തക മുതലാളിമാരുടെ ആവശ്യമാണ്. ആ ആവശ്യത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ നിലപാടും കർഷകദ്രോഹ നിലപാടാണ്. ഇതിനെതിരായിട്ടാണ് ഈ സമരം നടത്തുന്നത്. രാസവളത്തിൻ്റെ വില വർധനവ് തടയുകയും വളം ലഭ്യമാക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രചരണം വരുന്നുണ്ട്. ജൈവ കൃഷി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ മണ്ണിനാവശ്യമായ സംരക്ഷണവും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടാതിരിക്കുന്നതിനും അത്യാവശ്യം വില രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ രാസവളങ്ങളുടെ ലഭ്യതയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ട് വിലക്കയറ്റത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. പുനലൂർ ഏരിയ പ്രസിഡന്റ് ജിജി കടവിൽ അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു, TK വിജയൻ, സ്കറിയ, വിജയൻ ഉണ്ണിത്താൻ, ബിൻസ് KP, ബിജു സാമുവൽ, സത്യബാബു, പെരുമാൾ, എബി കൈരളി, ഡാർഫി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 1.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വെള്ളിമൺ ഇടവട്ടം സ്വദേശി ആന്റോ വർഗീസാണ് പിടിയിലായത്. ഒറീസയിൽ നിന്ന് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന് എഴുകോൺ ഭാഗത്ത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. 1.5 കിലോ കഞ്ചാവുമായാണ് യുവാവിനെ കൊല്ലം ഡാൻസ് ഓഫ് ടീമും എഴുകോൺ പോലീസും പിടികൂടിയത്. വെള്ളിമൺ ഇടവട്ടം അനുനിവാസിൽ ആന്റോ വർഗീസാണ് പിടിയിലായത്. ഒറീസയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് എഴുകോൺ ഭാഗത്ത് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. SHO സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് SI മനീഷ്, GSI ശ്രീകുമാർ, CPമാരായ വിപിൻ ക്ലീറ്റസ്, അനൂപ്, സജു, നഹാസ്, ദിലീപ്, അഭിലാഷ്, എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ SIമാരായ രജിത്, ജ്യോതിഷ്, CPമാരായ കിരൺ, റോഷ്, വിപിൻ, ദിലീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. എഴുകോണിൽ ആധുനിക ഫിഷ് മാർക്കറ്റും ഓഫീസ് സമുച്ചയവും നിർമ്മിക്കുന്നു. നിർമ്മാണോദ്ഘാടനം KN ബാലഗോപാൽ നിർവഹിച്ചു. എഴുകോൺ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം വിവിധ പദ്ധതികളിലൂടെ നടപ്പാക്കുകയാണെന്ന് മന്ത്രി. വള്ളികുന്നം ഇലപ്പിക്കുളത്തെ മോഷണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 4.25 പവന്റെ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഭിന്നശേഷി വിഭാഗത്തെ പരിമിതികളില്ലാത്ത വണ്ണം മുഖ്യധാരയിൽ നിലനിർത്തുന്നതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഭിന്നശേഷി വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. 57 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.